ദേവസ്വം ബോർഡ് സ്റ്റാഫിൻ്റെ ക്വാർട്ടേഴ്സാണ്. അത്യാവശ്യം സൗകര്യമുള്ള വലിയൊരു ക്വാർട്ടേഴ്സാണ്. അതിൻ്റെ ആയുർവേദ ഹോസ്പിറ്റൽ അതിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ്. ഇത് പമ്പയിലേക്കുള്ള വഴിയാണ്. നമുക്കിതിൽ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അന്നദാന മണ്ഡപം, പഴയ സ്റ്റാഫ് മെസ്സ് എല്ലാം കാണാം. ഈ വർഷം ഇവിടെ സ്റ്റാഫ് മെസ്സ് വർക്ക് ചെയ്യുന്നില്ല, മുകളിലാണ്. നമുക്ക് പമ്പയിലേക്ക് മാളികപ്പുറത്തു നിന്നൊക്കെ ഇറങ്ങുമ്പോൾ അന്നദാന മണ്ഡപത്തിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴിയിൽ ഇറങ്ങിയ തിരക്കില്ലാണ്ട് നമുക്ക് പോവാം. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഇവിടെ വലിയൊരു ആൽമരമുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് ശബരിമല ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, സീവേജ് വാട്ടർ പ്ലാന്റ് ഉള്ളത് ഇവിടെയാണ്. ഇതായിരുന്നു പഴയ സ്റ്റാഫ് മെസ്സ് ഈ കാണുന്നത്. ഈ താഴെ കൂടെ എൻട്രി, പിന്നെ മുകളിലെ ഫ്ലോറിൽ കൂടി നമുക്ക് താഴേക്ക് ഇറങ്ങാം. നമ്മൾ ആരോണ പ്ലാന്റിൻ്റെ അടുത്ത്. ഇവിടെയൊക്കെ എപ്പോഴും ശൗചാലയങ്ങളുണ്ട്. അത് പരമാവധി നമ്മൾ ശൗചാലയം യൂസ് ചെയ്യുക. പുറത്ത് നമ്മൾ മലമൂത്ര വിസർജനം ചെയ്യാതിരിക്കുക. നമ്മൾ അയ്യപ്പൻ്റെ പൂങ്കാവനം ശുചിത്വപരമായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും അതിന് വേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഇത് അരവണ ഉണ്ടാക്കുന്ന സ്റ്റാഫിൻ്റെ റൂം. വേറെ